ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനി നന്ദുവിനെ വിളിക്കുന്നതാണ്. ഓള് വിളിക്കുമ്പോൾ തന്നെ നന്ദു പറയുന്നുണ്ട്, അനി നീ ഇനി എന്നെ വിളിക്കരുത്, എല്ലാവർക്കും അതൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ളപ്പോൾ നീ നിരന്തരം എന്നെ വിളിക്കുന്നത് തെറ്റാണ്. നിനക്കൊരു ഭാര്യ കൂടിയുണ്ട്, അവളെ ഇഷ്ടമില്ലാതെ ഇനി എന്നെ നീ വിളിക്കാൻ പാടില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നന്ദു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങ് പോയരെ നിന്റെ സ്വഭാവമൊക്കെ മാറിപ്പോയല്ലേ? ഇത് കേട്ട ഉടൻ തന്നെ നന്ദു പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നാളെ എല്ലാവരും പറഞ്ഞു നടക്കും നമ്മൾ തമ്മിൽ അവിഹിതമാണെന്ന്. അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഇനി ദയവ് ചെയ്ത് നീ ഒന്ന് ഫോണ് വെക്ക്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആനി ഫോൺ വെക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം നന്ദു തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു ഫോൺ കട്ട് ചെയ്ത് ഉടൻ തന്നെ എനിക്ക് വല്ലാതൊരു സങ്കടം തോന്നുന്നുണ്ട്. എന്നിട്ട് മൊബൈലെടുത്ത് നന്ദുവിൻ്റെ ഫോട്ടോ നോക്കുന്നുണ്ട്. ഈ സമയത്താണ് നാന അങ്ങോട്ടേക്ക് വരുന്നത്. നാന അനിയോട് പറയുന്നുണ്ട്, ഓഹോ നീ അപ്പം നന്ദുവിനെ കോൾ ചെയ്യായിരുന്നല്ലേ? അവളോട് 1000 തവണ ഞാൻ പറഞ്ഞതാ നിന്റെ കോള് കണ്ടാൽ എടുക്കാൻ പാടില്ല എന്ന്. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നാനയുടെ അടുത്തേക്ക് അനി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് എൻ്റെ മനസ്സിൽ എന്താണെന്ന് നന്നായിട്ട് അറിയായിരുന്നു. എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടമെന്ന്. എന്നിട്ടും ഏട്ടത്തി ആ സത്യം ആരോടും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അനാമികയുടെ സ്ഥാനത്ത് നന്ദു ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടാവുമായിരുന്നു. ഏട്ടത്തി വെറും സ്വാർത്ഥ താല്പര്യമുള്ള ഒരാളാ. ഏട്ടത്തി എന്താ എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് പറഞ്ഞത് നന്ദുവിന് എന്നെ ഇഷ്ടമല്ലാന്നോ? നന്ദുവിന് എന്നെ ഇഷ്ടമെന്നുള്ള സത്യം ഏട്ടത്തിക്ക് അറിയാമായിരുന്നു. അത് നന്ദു ഏട്ടത്തിയോട് പറയുകയും ചെയ്തിരുന്നു. ഇപ്പൊ ഏട്ടത്തിക്ക് എന്താ ഈ അനന്തപുരി തറവാട്ടിൽ സുഖല്ലേ? ആദർശേട്ടൻ്റെയും വല്യമ്മയുടെയും സ്നേഹമൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. അനന്തപുരിയിലെ ചീഫ് ഡിസൈനറുമായി എല്ലാ സൗഭാഗ്യങ്ങളും ഏട്ടത്തിക്ക് സ്വന്തം. നന്ദുവിൻ്റെ അവസ്ഥയോ, എൻ്റെ ജീവിതമോ? അതൊക്കെ നോക്കിയോ ഏട്ടത്തി? അനി നീ എന്തൊക്കെ ഈ പറയുന്നത്? ഏട്ടത്തി ഇനിയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്നെയും നന്ദുവിനെയും പിരിച്ചത് ഏട്ടത്തി ഒരാളാ. എന്നാലും ഞാൻ അനാമികയെ ഒഴിവാക്കിയിട്ട് നന്ദുവിനെ വിവാഹം കഴിക്കും. അനാമികയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് പോവുകയാണ് കേട്ടോ. അനി ഇങ്ങനെ പറഞ്ഞേരം അത് നയനക്ക് സഹിക്കാൻ പറ്റിയില്ല. അവിടുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ആ സമയത്ത് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നാനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നം? എന്തിനാ മോള് കരയുന്നത്? അനി നാനയോട് പറഞ്ഞതൊക്കെ ദേവ്യാനോട് പറയുന്നുണ്ട് നാന. അമ്മേ, സത്യമായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥത കാണിച്ചിട്ടില്ല. എന്തോ കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ അവൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ അനിയും അവളും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തത്. അന്നൊന്നും അമ്മ എന്നെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ തയ്യാറായിരുന്നില്ലല്ലോ. നവ്യേച്ചിക്കും ഇവിടെ അതേ അവസ്ഥ തന്നെയായിരുന്നില്ലേ? ആ അവസ്ഥ എൻ്റെ നന്ദുവിന് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അനി വിവാഹം വെച്ച് നന്ദുവും കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മൾ പ്ലാൻ ചെയ്ത് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നതുപോലെയാവും. അതുകൊണ്ടാ ഞാൻ ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞത്. കേട്ട് നിന്ന ദേവ്യാനി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, അവൻ അവൻ്റെ വിഷമം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നേ ഉണ്ടാവും. അവൻ്റെ മനസ്സിൽ നിനക്ക് വലിയ സ്ഥാനം തന്നെയാ. എന്നാലും അമ്മേ, അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദു ഒരിക്കലും പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനാമിക ഇനി എന്തൊക്കെയായിരിക്കും പുകിൽ അവിടെ ഉണ്ടാക്കുക? നന്ദു അനിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നതൊക്കെ അനാമികയുടെ ശ്രദ്ധയിൽപ്പെട്ട ഇനി അത് മതി പ്രശ്നം തുടങ്ങാൻ. ഇനി എന്തായിരിക്കും പത്തരമാറ്റിൽ സംഭവിക്കുക? നന്ദു അനിയും തമ്മിലുള്ള ബന്ധം ഇതുപോലെ തന്നെ തുടർന്നു പോകുമോ? അനാമിക ഇതിനെതിരായി ശബ്ദമുയർത്തുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.